ഈ പിണ്ടിപ്പെരുന്നാളിന്റെ സമയത്ത് കുന്നംകുളത്ത് നല്ല തിരക്കാണ് അല്ലേ? നിങ്ങൾ കുറെ പേര് വിരുന്നുകാരൊക്കെ ഉണ്ടെന്ന് വീട്ടിൽ. ഞങ്ങൾ എറണാകുളത്ത് എറണാകുളത്ത് നിന്ന് പിണ്ടിപ്പെരുന്നാളിനായിട്ട് ആഘോഷിക്കാൻ വന്നത്. ആഘോഷിക്കാൻ വേണ്ടി വന്നു. അപ്പൊ ഇവിടുത്തെ ആഘോഷം ചെറുതല്ല. ചെറുതല്ല. എല്ലാ വർഷവും ഇതുപോലെ വരാറുണ്ട്? എല്ലാ വർഷം വരാറുണ്ട്. ഇതെന്റെ അമ്മയുടെ വീടാണ്. അപ്പൊ ഞങ്ങൾ എല്ലാ വർഷം വരും. പിണ്ടിപ്പെരുന്നാൾ ആഘോഷിക്കും. ഈ പിണ്ടിപ്പെരുന്നാളിന് ഏറ്റവും നമുക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നത് എന്താ? സ്പെഷ്യലായിട്ട് ഈ ഡെക്കറേഷൻസും പിന്നെ ഈ പിണ്ടി കത്തിക്കുന്ന ആ ഒരു ആഘോഷമൊക്കെ അതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. എറണാകുളത്തുണ്ടോ പിണ്ടിപ്പെരുന്നാള്? എറണാകുളത്തൊന്നും ഇല്ല. ഇവിടെ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക പെരുന്നാൾ. അതെ, നമ്മള് വീട്ടിലെ ആൾക്കാർ തന്നെയാണല്ലേ. പേരെന്താ? സ്നേഹ. ചേട്ടന്റെ പേര്? എൻ്റെ ഒരു ഏബൽ. പേരെന്താ? സ്നീയ. വിളക്കൊക്കെ കഴുത്തുന്നു പല സ്ഥലത്തും നമ്മളിങ്ങനെ മാലവൾപ്പൊക്കെ ചുറ്റിയിട്ടുള്ള വിളക്കാണ് അല്ലേ? അപ്പൊ ഇവിടെ എപ്പോഴും പഴയ രീതിയിലുള്ള പിണ്ടിപ്പെരുന്നാൾ ആഘോഷമാണ്. അതെന്താ അങ്ങനെ ചെയ്യാൻ കാരണം? അപ്പൊ പറഞ്ഞു ഞാൻ ചെയ്തു എന്നുള്ളതാണല്ലേ. പക്ഷെ ഇതിനാണല്ലേ ഒരു കുറച്ചുകൂടെ ഒരു നമുക്ക് എന്താ ഒരു സന്തോഷം തോന്നുന്നത് ഇങ്ങനത്തെ വിളക്ക് കാണുമ്പോഴാണ്.